ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ശ്രീനിവാസ സാറ് പറഞ്ഞ കാര്യത്തിന് പോയി അത് സാധിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കും വേദ എഴുന്നേറ്റ് വരുന്നുണ്ട്. വിക്രം വരുന്ന സമയത്ത് അങ്ങനെ വിക്രം കൂടെ വഴക്കൊക്കെ കൂടുന്നുണ്ട്. വേദ പറഞ്ഞതനുസരിക്കാതെ പോയതിന്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛമ്മനെ കൊണ്ട് അച്ഛൻ വരികയാണ്. അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ അച്ഛമ്മയാണ് കേട്ടോ. സെൽഫി സ്റ്റിക്കൊക്കെ കൊണ്ടാണ് അച്ഛമ്മ വരുന്നത്. അങ്ങനെ എല്ലാവരോടും കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വേദന കാണണം. അപ്പൊ ഒരു പെണ്ണും കൂടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ വിക്രം സ്നേഹിച്ച് കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് പറയാനേ. അപ്പൊ പ്രേമിച്ച് കല്യാണം കഴിച്ച കുട്ടിയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മുത്തശ്ശിക്ക് അങ്ങനെ പ്രേമവിവാഹമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുത്തശ്ശീന്റെ അടുത്ത് വന്നിട്ട് വേദാനുഗ്രഹമൊക്കെ വാങ്ങുമ്പോൾ വേദനയും മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് വിക്രം. ഇങ്ങനെ നിർബന്ധിച്ച് താലി അമ്പലത്തിൽ വെച്ചിട്ട് ആ സംഭവിച്ച ഇതൊക്കെ പറയണമെന്ന് നന്ദിനി തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ കമലാമ്മ പറയുന്നുണ്ട് പ്രേമിച്ച് വിവാഹം കഴിച്ചാന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛമ്മ ഒന്നും പറയാനത്. അതുകൊണ്ട് നീ ഇനി സത്യം ഒന്നും പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ പരമാവധി സത്യം പറയാനൊക്കെ ആയിട്ട് അച്ഛന്മാര് പിന്നിൽ കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അച്ഛമ്മ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വേദന എല്ലാ കാര്യങ്ങൾക്കും വേദന കൂടെ നിൽക്കുന്നുണ്ട്. അതുപോലെ പറമ്പൊക്കെ നനയ്ക്കാനായിട്ട് വിശ്വത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം വിക്രം പുറത്തു പോയിട്ട് വരുമ്പോൾ അച്ഛമ്മനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അച്ഛമ്മനെ എടുത്ത് പൊക്കി കറക്കുന്നുണ്ട്. അത്രയും പ്രമോൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.